അബുദുബായിൽ സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നു. വില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ സ്വന്തം കെട്ടിടങ്ങളിലേക്ക് മാറുന്നതോടെ പഠന സൗകര്യം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാൻ അവസരമുണ്ടാവുകയും ചെയ്യും. അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിൽ പ്രഥമ സ്വകാര്യ വിദ്യാഭ്യാസ നിക്ഷേപക സമിതി സംഗമം സംഘടിപ്പിച്ചു. വില്ലകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് പകരം വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിക്ഷേപകരുടെ കൂട്ടായ്മ അധികൃതർ വിളിച്ചു ചേർത്തത്. അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കണക്ക് പ്രകാരം ഇവിടെ വർദ്ധിച്ചു വരുന്ന അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഈ തിരക്ക്, ഇത് നമുക്കും തന്നെ നമ്മുടെ സ്കൂളുകളിൽ വരുന്ന വേണ്ടത്ര കുട്ടികൾക്കൊന്നും വേണ്ടത്ര അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കാതെ വരികയാണ്. ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള വില്ലാ സ്കൂളുകളൊക്കെ സ്വന്തമായ നിലക്ക് ബിൽഡിംഗ് എടുത്ത് നിർമ്മിച്ച് മാറുകയാണ്. ആ സമയത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൂടുതൽ സീറ്റുകൾ നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. കുട്ടികളുടെ മികച്ച വിദ്യാഭ്യാസവും ആധുനിക സൗകര്യങ്ങളും വളർത്തിയെടുക്കുന്നതിനൊപ്പം മുഴുവൻ പേർക്കും സാധ്യമായ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാനും അബുദാബി വിദ്യാഭ്യാസ സമിതി നിക്ഷേപകരോടും വിദ്യാലയ മേധാവികളോടും പ്രത്യേകം നിർദ്ദേശം നൽകി. അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ പുതിയ ഈ വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയുമായി ഇവിടെ ഇപ്പം നിലവിൽ ഒരുപാട് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനാവും എന്നാണ്, പുതിയ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇൻ്റർനാഷണൽ ലെവലിൽ കുട്ടികൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യവും ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ തന്നെ നിലവിലുള്ള അവസ്ഥ ഗണ്യമായി വർദ്ധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ നിലവിലുള്ള വിദ്യാലയങ്ങളിൽ 1,98,000 കുട്ടികളാണ് പഠിക്കുന്നത്. പ്രതിവർഷം 15,000 സീറ്റുകൾ കൂടുതൽ ആവശ്യമായി വരുന്നുണ്ട്. 2020 ആകുമ്പോൾ സ്വകാര്യ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 2,80,000 ഉയരുമെന്നും അധികൃതർ കണക്കാക്കുന്നു. ഇത് മുന്നിൽ കണ്ടാണ് സ്കൂളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി അധികൃതർ ഒരുങ്ങുന്നത്. അമൃത ന്യൂസ്, അബുദാബി. സൗദി